ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജനുവരി 11-ന് 10th പ്രിലിംസ് രണ്ടാം ഘട്ട എക്സാം കഴിഞ്ഞു. തൊഴിൽ വേദിയിൽ വന്ന് പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്കിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്ക് നോക്കാം. നിലവാരം ഉയർന്നു രണ്ടാം ഘട്ടം. ഓഫീസ് അറ്റൻഡൻറ്റ്, സ്റ്റോർ കീപ്പർ, അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ, ലബോറട്ടറി അസിസ്റ്റൻറ്റ് തുടങ്ങി വിവിധ തസ്തികകളിലേക്ക് ജനുവരി 11-ന് PSC നടത്തിയ രണ്ടാം ഘട്ട 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ആദ്യഘട്ടത്തെ അപേക്ഷിച്ച് ഉയർന്ന നിലവാരം. പൊതുവിജ്ഞാന മേഖലയിലെ 20ഓളം ചോദ്യങ്ങൾ മികച്ച നിലവാരം പുലർത്തിയവയായിരുന്നു. ഇവയിൽ ചിലത് നന്നായി തയ്യാറെടുത്തവരെ പോലും വട്ടം കറക്കി. ഭൂമിശാസ്ത്രത്തിലെ ചില ചോദ്യങ്ങൾ +2 നിലവാരത്തിലേക്കെത്തി. ചരിത്രവും ഭരണഘടനയും പൊതുവെ എളുപ്പമായ പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും കാര്യമായി ബുദ്ധിമുട്ടിച്ചില്ല. ശാസ്ത്ര വിഭാഗത്തിലെ ഏതാനും ചോദ്യങ്ങൾ ഉയർന്ന നിലവാരം പുലർത്തി. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ എണ്ണം ഇത്തവണ 20-ൽ താഴെ നിന്നു. ശരാശരിക്കാർക്ക് പോലും 15 മുതൽ 16 മാർക്ക് നേടാവുന്ന നിലവാരത്തിലായിരുന്നു ഗണിത ചോദ്യങ്ങൾ. ഇനി ഈ എക്സാമിലെ വേറിട്ട ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മകനെക്കുറിച്ചിട്ടാണ് ചോദിച്ചത്. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്? ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം എന്നീ വേറിട്ട ചോദ്യങ്ങൾ രണ്ടാം ഘട്ട പരീക്ഷയിലെ റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങളാകും. പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് 64-70. തൊഴിൽ വീതിയിൽ വന്ന് പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് മാർക്ക് 64-70. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നും നിങ്ങൾക്ക് ലഭിച്ച മാർക്കും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതുപോലെ PSCയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്